السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلم أمة سيدنا محمد. ബഹുമാന്യരായ ഉസ്താദുമാർ, നേരത്തെ പറഞ്ഞു വച്ച ഒരു കാര്യം, കേരളത്തിൽ ഇൽമിനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പണ്ഡിതന്മാർ ശ്രമിച്ച വലിയൊരു ശ്രമം, ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. ജാമിഅ നൂരിയെ പോലെ, പൊട്ടച്ചിറ അൻവരിയെ പോലെ, നന്ദി ദാറുസ്സലാം പോലെ, കടമേരി റഹ്മാനിയെ പോലെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇൽമിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ഘട്ടത്തിൽ അതിനുവേണ്ടി ശ്രമം നടത്തി. അടുത്തൊരു ഘട്ടത്തിൽ ഉന്നത മതവിദ്യാഭ്യാസ മേഖലയിൽ സമന്വയ വിദ്യാഭ്യാസം കൊണ്ടുവന്നു. ഒരുപാട് ആളുകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു. ദാറുൽ ഹുദയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ വളരെ പ്രമുഖരായ 3 വ്യക്തികളെ ഓർമ്മ വരാറുണ്ട്. ഞങ്ങൾക്ക് എന്നെപ്പോലത്തെ ദാറുൽ ഹുദയിൽ 3 വർഷം കഴിഞ്ഞ് ചേർന്ന ഒരാൾക്ക് വന്യരായ ബഷീർ ഉസ്താദിന്റെ ആ ചിന്തയുടെ പ്രസരിപ്പിച്ച ബഷീർ ഉസ്താദിനെ കാണാൻ കഴിഞ്ഞില്ല. പലപ്പോഴും അതൊരു ദുഃഖമായി അനുഭവപ്പെട്ടിട്ടുണ്ട്. വന്യരായ ഹൈദ്രസ് ഉസ്താദ് നബർ അല്ലാഹു മർക്കദ വളരെ അടുത്തു നിന്ന് കണ്ട ഒരു മനുഷ്യനാണ്. ഒരു ദിവസം ഭക്ഷണം കഴിച്ച് പോകുമ്പോൾ നിലത്തു നിന്ന് എടുത്തിട്ട 3 വറ്റ് പ്ലേറ്റിൽ വെച്ച് കഴുകാൻ പോകുമ്പോൾ അടുത്ത് വിളിച്ച്, മോനെ ഇവിടെ വാ എന്ന് വിളിച്ച് പ്ലേറ്റിലുള്ള 3 വറ്റ് എടുത്ത് ഭക്ഷണം കഴിച്ച് മോനെ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ശിക്ഷണം നടത്തിയത് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം നൽകിയത് പലപ്പോഴും ഓർക്കാറുണ്ട്. വന്യരായ ഹൈദ്രസ് ഉസ്താദ് വളരെ പ്രായോഗികമായി പ്രവർത്തനത്തെ പരിചയപ്പെടുത്തിയ, പലപ്പോഴും വളരെ അർത്ഥമുള്ള ഉപദേശങ്ങൾ നൽകിയ വന്യരായ യു ബാപ്പുട്ടി ഹാജി നമ്പർ അല്ലാഹു മറക്കിദഹും. പലപ്പോഴും പ്രോഗ്രാമുകൾക്കൊക്കെ പോകുമ്പോൾ വന്യരായ ബാപ്പുട്ടി ഹാജി ഉപദേശിക്കാറുണ്ട്, ഒരാൾ മാത്രമാണ് പരിപാടിക്ക് വന്നതെങ്കിലും നിങ്ങൾ നന്നായി പറഞ്ഞു കൊടുക്കണം, കാരണം അയാൾ നിങ്ങളിൽ നിന്ന് ദീന് പഠിക്കാൻ വേണ്ടി വന്നതാണ്. ആ 3 മഹാമനീഷികൾ, ഒന്ന് ഭൗതികമായി വിദ്യാഭ്യാസ മേഖലയെ ഉയർത്തിക്കൊണ്ടുവരാവുന്ന ഒരു മേഖലകൾ, ഉദവി സഹോദരന്മാരടക്കമുള്ള ഒരുപാട് ആളുകൾ ആ ഒരു മേഖലയിൽ, ബഷീർ ഉസ്താദ് കാണിച്ചു തന്ന ഒരു മേഖലയിൽ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. വന്യരായ ഹൈദ്രസ് ഉസ്താദും ബാപ്പുട്ടി ഹാജിയും പ്രത്യേകമായി ദാറുൽ ഹുദയ ശിക്ഷണം നടത്തിയത്, തർബിയത്ത് നടത്തിയത്, വിശാലമായ ഇസ്ലാമിക പ്രബോധനം, ദഅവത്ത്, താലീം, തർബിയ, ദഅവത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ പഠിപ്പിച്ചു തന്നുകൊണ്ടാണ്. ആ ദഅവത്ത് നിർവഹിക്കുക എന്നത് ദാറുൽ ഹുദയുടെ അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യമായി വിളക്കി ചേർത്ത് തരികയായിരുന്നു. അതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലോകത്താകോളം എപ്പോഴും ബാപ്പുട്ടി ഹാജി പറയുന്ന ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു, സാധ്യമായ സകല ഭൗതിക സംവിധാനങ്ങളെയും ഭാഷകളെയും ഉപയോഗപ്പെടുത്തി ലോകത്തിലാകമാനം ഇസ്ലാമിക പ്രബോധന പ്രചരണ ദൗത്യം നിർവഹിക്കാൻ കഴിയുന്ന ഒരു പണ്ഡിത തലമുറയെ വാർത്തെടുക്കുക എന്നാണ് പറയാറുള്ളത്. പലപ്പോഴും അന്നൊക്കെ തമാശക്ക് പറയാറുണ്ട്, ബാപ്പുട്ടി ഹാജിയുടെ പ്രസംഗം കേട്ട് അമേരിക്കയിൽ പോയി, ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിൽ പോയി ഒക്കെ ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന അന്ന് തമാശക്ക് ഞങ്ങളൊക്കെ പറയാറുണ്ട്, അമേരിക്കയിൽ പോയി ഞങ്ങളൊക്കെ ഇങ്ങനെ പറയും എന്ന് പറഞ്ഞ് തമാശയിൽ ദീന് പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ച് തമാശക്ക് പറയാറുണ്ടായിരുന്നു. പല മേഖലയിൽ ആളുകൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിൽ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് വാങ്ങിയ ഒരു ഹുദവി മൗലിദ് സാഹിത്യത്തെക്കുറിച്ച് കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ആ മേഖലയെക്കുറിച്ച് പറയുന്നില്ല. പാവപ്പെട്ട ആളുകളിലേക്ക് ദീൻ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്താൻ ദാറുൽ ഹുദയുടെ ശില്പികൾ, ദാറുൽ ഹുദ വിദ്യാർത്ഥികളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അതിന്റെ പിന്നിൽ വളരെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ടായിരുന്നു. 1970കളിൽ ഹജ്ജിന് പോകുമ്പോൾ വന്യരായ ബാപ്പുട്ടി ഹാജി മഹാനവർകൾ, എപ്പോഴും പണ്ഡിതന്മാരെ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്ന ബാപ്പുട്ടി ഹാജി, ബോംബെയിലെ ഹജ്ജ് ക്യാമ്പിൽ വെച്ച് നല്ല തലപ്പാവും നല്ല ജുബ്ബയും പൈജാമയും നല്ല താടിയും തൊപ്പിയും വെച്ച ആളുകളെ കണ്ട് പണ്ഡിതന്മാരാണെന്ന് വിചാരിച്ചടുത്ത് പരിചയപ്പെടാൻ ചെന്നപ്പോ അവർ ഷഹാദത്ത് കലിമയും ഫാത്തിഹയും നമസ്കാരവും പഠിക്കുകയാണെന്ന ദുഃഖകരമായ സത്യം കണ്ടപ്പോൾ മനസ്സിൽ കുറിച്ചിട്ടതാണ്, നമ്മുടെ നാട്ടിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അവർക്ക് ഭാഷ പഠിപ്പിച്ചു കൊടുക്കണം, കേരളത്തിന്റെ പുറത്ത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന ആളുകൾ ഉണ്ടാക്കണം. അൽഹംദുലില്ലാഹ് 1986ൽ ദാറുൽ ഹുദ സ്ഥാപിക്കുമ്പോൾ മതവിദ്യാഭ്യാസവും ആവശ്യമായ ഭൗതിക വിഷയങ്ങളും പഠിപ്പിക്കുന്നതിനോടൊപ്പം ഇംഗ്ലീഷ്, അറബി, ഉറുദു, മലയാളം ഭാഷകളായി പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി. ഉറുദു ഭാഷയെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ദീനെത്തിച്ചു കൊടുക്കാനുള്ള ഒരു പണ്ഡിത തലമുറയെ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. അതിന്റെ 6 വർഷം പൂർത്തീകരിക്കുമ്പോൾ, 7 വർഷം പൂർത്തീകരിക്കുമ്പോൾ തന്നെ ദാറുൽ ഹുദ അതിന്റെ വിദ്യാർത്ഥികളെ ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിലേക്ക്, വലിയ ടൗണുകളിലേക്കൊക്കെ റമദാനിന്റെ വെക്കേഷൻ സമയത്ത് ഞങ്ങളെപ്പോലത്തെ ഒരുപാട് ആളുകൾ
പ്രഭാഷണത്തിന് വേണ്ടി പറഞ്ഞയച്ചു ഒന്നിരായ ദാറുൽ ഹുദയുടെ ശില്പികൾ. അവിടെ പോയി നിസ്കാരത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും ഒക്കെ ഉറുദു ഭാഷയിൽ വഅ്ള് പറഞ്ഞു കൊടുക്കാൻ. അതിന്റെ ഒരു ഷൽമുഫലം എന്നോണം അതിന്റെ അടുത്ത ഘട്ടത്തിൽ ദാറുൽ ഹുദ ഒരു 12 വർഷം പൂർത്തിയായതിനു ശേഷം 1999 അതിന്റെ ഒരു അടുത്ത ഘട്ടമുണ്ടായി. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഉറുദു ഭാഷയിൽ ഉറുദു മീഡിയത്തിൽ ദാറുൽ ഹുദ അതിന്റെ കോഴ്സ് പുനരവതരിപ്പിച്ചു. അൽഹംദുലില്ലാഹ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇസ്ലാമിക് ആൻഡ് കണ്ടംപററി സ്റ്റഡീസ് നിക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഇന്ന് കേരളത്തിന്റെ പുറത്തുള്ള 15ലധികം സ്റ്റേറ്റുകളിൽ നിന്നും നേപ്പാളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം 10 വർഷത്തെ കോഴ്സായിരുന്നു വിഭാവനം ചെയ്തിരുന്നത്. അത് 10 വർഷം പൂർത്തീകരിച്ച 4-5 ബാച്ചുകൾ പുറത്തിറങ്ങിയപ്പോഴേക്കും ദാറുൽ ഹുദ അതിന്റെ ഒരു അടുത്ത ലക്ഷ്യത്തിലേക്ക് കടന്നിരുന്നു. കേരളത്തിന് പുറത്ത് ഓരോ സ്റ്റേറ്റിലും ഓരോ സമൂഹവും തേടിക്കൊണ്ടിരിക്കുകയാണ് മതവിദ്യാഭ്യാസവും മതബോധവും അവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന ആളുകളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന ആളുകളെ ഇവിടെ നിന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നഗ്ന ചിത്രങ്ങൾ പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ടാകും. ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും പോകാൻ സാധിക്കുമ്പോഴൊക്കെ വേദനാജനകമായ ചിത്രങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട്, അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ട്. തലമുറകളിൽ ദീന് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ മഗ്‌രിബിന്റെ സമയത്ത് സൂര്യാസ്തമയ സമയത്ത് തന്റെ ഒരു മുസല്ല ചുമരിൽ തൂക്കിയിട്ട് അതിൽ 2 ചന്ദനത്തിരി കത്തിച്ചു വെച്ച് അതിന്റെ മുമ്പിൽ ഉമ്മയും 2 മക്കളും നമ്രശിരസ്കരായി നിൽക്കുന്നത് കണ്ട് ചോദിച്ചു നോക്കുമ്പോൾ ഉപ്പയുടെ ഉപ്പ ഈ സമയത്ത് ഈ മുസല്ലയിൽ നമസ്കരിച്ചിരുന്നു. 2 തലമുറ കഴിഞ്ഞപ്പോൾ നമസ്കരിക്കാൻ കഴിയില്ല. ഉപ്പ നമസ്കരിച്ച വലിയുപ്പ നമസ്കരിച്ച മുസല്ലയിൽ ചന്ദനത്തിരി കത്തിച്ചു വെച്ച് മഗ്‌രിബിന്റെ സമയത്തെ ഭക്തിസാന്ദ്രമാക്കുന്ന ഒരു തലമുറയെ കാണുമ്പോൾ കരഞ്ഞു പോകുന്ന രംഗം നമുക്ക് ഓർമ്മയുണ്ടാകണം. കഴിഞ്ഞ വർഷം ആന്ധ്രാപ്രദേശിലെ പുങ്കനൂരിൽ 1ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ഒരു വിദ്യാർത്ഥിയെക്കുറിച്ച് അനമങ്ങാട് ഷറഫുദ്ദീൻ ഹുദവി പറഞ്ഞു. ആ കുട്ടി പറഞ്ഞത് എന്റെ ഉമ്മ ഇപ്പോഴും അമ്പലത്തിൽ പോകാറുണ്ടെന്നായിരുന്നു. ഇപ്പോഴും അമ്പലത്തിൽ പോകുന്ന ഒരുപാട് മുസ്ലിമീങ്ങളെ കാണാൻ സാധിക്കും. ലത്തീഫ് ഉദവി എന്ന് പറയുന്ന ആന്ധ്രയിൽ മദ്രസ കോർഡിനേറ്ററായി ജോലി ചെയ്യുന്ന ഞങ്ങളുടെ വന്യ സുഹൃത്തിനോട് ഉമ്മ പറഞ്ഞു, മോനെ എന്തിനാ ഇത്ര പ്രയാസപ്പെട്ട് ദൂരത്ത് പോയി നിൽക്കുന്നത്, നീ ഇവിടെ നാട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്താ എന്ന് പറഞ്ഞപ്പോ ആ സുഹൃത്ത് ഉമ്മയോട് പറഞ്ഞത്, ഉമ്മ മാലിക് ബിൻ ദീനാറും അനുയായികളും കേരളത്തിൽ കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ അമ്പലത്തിൽ പോയി ആരാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു എന്നാണ്. അതൊരു നഗ്ന യാഥാർത്ഥ്യമാണ്. തൊട്ടടുത്ത ആന്ധ്രാപ്രദേശിൽ പോലും പള്ളികളിൽ കയറി മൂർത്തിയെ ചോദിക്കുന്ന, ബിംബത്തെ ചോദിക്കുന്ന ഒരുപാട് മുസ്ലിം സഹോദരന്മാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രവാചകനാണെന്ന് പറയാൻ കഴിയാത്ത ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 15ഉം 16ഉം വയസ്സുള്ള കുട്ടികൾ, 10ഉം 20ഉം കുട്ടികൾ ഒരുമിച്ചിരിക്കുന്ന ഒരു സദസ്സിൽ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോൻ ഹേ എന്ന് ചോദിക്കുമ്പോൾ ഒരാളും ഉത്തരമുണ്ടാതിരിക്കുമ്പോൾ സ്മാർട്ടായ ഒരു പയ്യൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്രേ. 2 ഉദവി സുഹൃത്തുക്കൾ മുന്നിലിരിക്കുമ്പോ അവൻ ചിന്തിച്ചത് ഏതായാലും ചോദിക്കുന്ന ആളാവാൻ സാധ്യതയില്ല, ഏതായാലും ഇരിക്കുന്ന ആളായിരിക്കും. ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ ഓഹെ എന്ന് ഇരിക്കുന്ന ആളെ ചൂണ്ടിയിട്ട് പറഞ്ഞു. അതൊരു ദയനീയ ചിത്രമാണ്. 3 വയസ്സ് തികയാത്ത എന്റെ കൊച്ചു മകൻ പറയും നമ്മുടെ നബിയുടെ പേരെന്ത്, മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു, അവരുടെ ഉമ്മ അബ്ദുള്ള, ഉപ്പ അബ്ദുള്ള, ഉമ്മ ആമിന നബി ജനിച്ചത് മക്കത്ത്, വഫാത്തായത് മദീനത്ത് എന്ന് 3 വയസ്സും പോലും തികയാത്ത നമ്മുടെ കൊച്ചുമക്കൾ പാട്ടുപാടുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരറിയാത്ത ഒരുപാട് തലമുറകളെ നമുക്ക് കാണാൻ സാധിക്കും. നിസ്കരിക്കാൻ അറിയാത്ത, മറ്റുള്ളവരെ പള്ളികളിൽ ഒരുമിച്ച് വന്ന് അത്തഹിയാത്തിൽ ഇമാമോട് കൂടെ തുടർന്ന് മസ്ബൂക്കിന്റെ ഒരു 4 റക്അത്ത് നമസ്കരിക്കാൻ അറിയാത്ത ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കും. ഇത് ഇന്ത്യയിലെ ചിത്രമാണ്. എന്നാൽ അവർക്ക് ഭൗതിക വിദ്യാഭ്യാസമുണ്ട്. രണ്ടുമറിയാതെ, രണ്ടുമില്ലാതെ ഒരു തലമുറ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ചാൽ പുഴയിൽ വലിച്ചെറിയുന്ന, ശേഷക്രിയകൾ ചെയ്യാനറിയാത്ത, കണ്ണു തിരുമ്പി അടക്കുന്നത് പോയി, വസ്ത്രം മാറ്റിയിട്ട് അവർ വെള്ള പുതപ്പിക്കുന്നത് പോയി, എങ്ങനെ കുഴിച്ചു മൂടണം, എങ്ങനെ നമസ്കരിക്കണമെന്ന് പോലും അറിയാത്ത ഒരുപാട് മുസ്ലിം പേരുകൾ, നല്ല മനോഹരമായ പേരുകളുള്ള മുസ്ലിം ജനത ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആന്ധ്രയിലെ ചില ഗ്രാമങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ചില ഗ്രാമങ്ങളിൽ ചില ഖബറുകളിൽ വടികുത്തി വെച്ചിട്ടുണ്ടാകും. കാരണം മരിച്ചാൽ ഒരു പ്രാർത്ഥന ചെല്ലാൻ പോലും ഒരു മനുഷ്യന് ലഭിക്കാത്തതിന്റെ പേരിൽ കൊണ്ട് കുഴിച്ചു മൂടിയത്. ദാറുൽ ഹുദയിലെ ഉറുദു മീഡിയത്തിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി പുഴയിൽ മുങ്ങി മരിച്ചപ്പോ ദാറുൽ ഹുദയിൽ നിന്ന് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് നമസ്കരിച്ച് മയ്യത്ത് അവന്റെ നാട്ടിലേക്ക് കൊണ്ടുപോയപ്പോ, അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ, നാട്ടിലേക്ക് കൊണ്ടുപോയ സുഹൃത്തുക്കൾ കണ്ണീരോടെ തിരിച്ചു വന്നത്, ആ മയ്യത്ത് കൊണ്ടുപോയി ഖബറിൽ ഒരു ലഹദ് പോലുമില്ലാതെ, ഒരു മൂടുകല്ല് പോലും വെക്കാതെ നേരെ മുകളിലേക്ക് മണ്ണിട്ട്
ആ മയ്യത്ത് മറപാടിയ രംഗം കരഞ്ഞുകൊണ്ട് പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ചിത്രമാണ്. ലോകത്ത് ആ ഒരു സമൂഹം, വലിയൊരു സമൂഹം, ഇന്ത്യയിൽ കേരളത്തിലെ മൊത്തം ജനതയേക്കാൾ മുസ്ലിം സമൂഹം യുപിയിൽ ജീവിക്കുന്നുണ്ട്, ബീഹാറിൽ വലിയൊരു മുസ്ലിം സമൂഹം ജീവിക്കുന്നുണ്ട്. മതപരമായ വിദ്യാഭ്യാസമോ ഭൗതികമായ വിദ്യാഭ്യാസമോ. കഴിഞ്ഞ വർഷം 2 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന കിഷൻഗഞ്ച് എന്ന് പറയുന്ന ജില്ലയിൽ ഒരു സ്കൂളിന്റെ വാർഷികത്തോടനുബന്ധിച്ച് അവിടെ അതിഥിയായി പോകാൻ സാധിച്ചപ്പോ അവിടുത്തെ MLA-യുമായി ഒരുപാട് നേരം രാത്രിയിൽ ദീർഘമായിരുന്നു സംസാരിച്ചപ്പോ അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞത് ഞങ്ങളുടെ ജില്ലയിൽ 25 ഹൈസ്കൂളുകളുണ്ടെന്നാണ്. ഞാൻ അയാളോട് പറഞ്ഞത് എന്റെ വീട്ടിലെ മുറ്റത്തിരുന്നു കൊണ്ട് ആ മുറ്റത്ത് ഒരു അടുത്തൂടെ പോകുന്ന റോട്ടിലേക്ക് നോക്കിയാൽ 25-ലധികം ഹൈസ്കൂളുകളുടെ വാഹനങ്ങൾ എന്റെ ഗ്രാമത്തിലൂടെ പോകുന്നുണ്ടെന്ന് പറയാൻ സാധിച്ചു. ഇത് ഒരു വലിയ വ്യത്യാസമാണ്. അനുഗ്രഹങ്ങളുടെ വലിയ ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് അനുഭവിക്കാൻ തന്ന വലിയൊരു അവസരം നമ്മുടെ മുമ്പിലുണ്ട്. അത് പകർന്നു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമ്മളിലുണ്ട്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഒരു ചെറിയ പ്രവർത്തനം അതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷമായി ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ പുങ്കനൂർ എന്ന് പറയുന്ന കൊച്ചു ടൗണിന്റെ ഓരത്ത് ദാറുൽ ഹുദയുടെ ഒരു സ്ഥാപനം നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഉമ്മമാർക്ക് നമസ്കരിക്കാൻ അറിയാത്ത അമ്പലത്തിൽ പോകുന്ന ഉമ്മമാരുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം. 20 വരെ കുട്ടികളെ ആ സ്ഥാപനത്തിൽ നിർത്തി പഠിപ്പിച്ച് നോമ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് വീട്ടിൽ പോയി ഉമ്മ ഇത് നോമ്പിന്റെ മാസമാണ്, നോമ്പ് നോക്കേണ്ടത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു തലമുറയെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സിൽവർ ജൂബിലി ദാറുൽ ഹുദ ആഘോഷിച്ചപ്പോൾ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കേരളത്തിന് പുറത്തുള്ള ഓരോ സ്റ്റേറ്റുകളിൽ നിന്നും ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലൊരു സ്ഥാപനം വേണമെന്ന നിരന്തരമായ ആവശ്യങ്ങളുമായി കടന്നു വന്നപ്പോ സിൽവർ ജൂബിലിയിൽ ദാറുൽ ഹുദ പ്രഖ്യാപിച്ചു കേരളത്തിന് പുറത്ത് വ്യാപകമായി സൗകര്യപ്രദമായ രീതിയിൽ ദാറുൽ ഹുദയുടെ ഒരു മതവിദ്യാഭ്യാസ സംവിധാനം, ഉന്നതമായ മതവിദ്യാഭ്യാസ സംവിധാനം, ആ തലമുറയെ വളർത്തിയെടുക്കാൻ കഴിയുന്ന, അവർക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ അൽഹംദുലില്ലാഹ് അതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിലെ ജില്ലയിലെ ബീർഭൂം ജില്ലയിലെ ബീംപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ 2 ബാച്ചുകളിലായി വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ് അവിടുത്തെ മാറ്റങ്ങൾ, അതനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. ആസാമിലെ ബോർപട്ട ജില്ലയിലെ ബൈഷ വില്ലേജിൽ ദാറുൽ ഹുദയുടെ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങൾക്കറിയണമെങ്കിൽ ആ ഗ്രാമത്തിൽ ഭൗതികമായ വിദ്യാഭ്യാസം കുറച്ചൊക്കെയുള്ള ഒരു സ്ഥലമാണ് ആസാമിലെ ഗ്രാമങ്ങൾ. ആസാമിലെ ഗ്രാമത്തിൽ ഒരു സ്കൂളിലായിരുന്നു ദാറുൽ ഹുദയുടെ ബഹാവുദ്ദീൻ സദർക്കമുള്ള പ്രതിനിധി സംഘത്തിന് സ്വീകരണം ഉണ്ടായിരുന്നത്. രാവിലെ 8 മണിക്ക് മീറ്റിംഗ് തുടങ്ങി 9 മണിയാകുമ്പോഴേക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക്. അതൊരു ഗേൾസ് സ്കൂളാണ്. മിനിസ്കർട്ട് ധരിച്ച, മുട്ടിന്റെ മുകളിലുള്ള പാവട ധരിച്ച, നെറ്റിയിൽ പൊട്ടുധരിച്ച, തലമറക്കാത്ത ഒരുപാട് കുട്ടികൾ നിരന്തരമായി സ്കൂളിലേക്ക് വന്നപ്പോ കൂട്ടത്തിൽ ഒരു സ്ഥാപനത്തിന്റെ ഒരു ഭാരവാഹി അവരോട് ചോദിച്ചു, ഇവിടെ ആരും മുസ്ലിം കുട്ടികളില്ലേ എന്ന് ചോദിച്ചപ്പോ ചോദിക്കപ്പെട്ട സ്കൂളിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾക്ക് അത്ഭുതം, ഇതെല്ലാവരും മുസ്ലിം കുട്ടികളാണെന്ന് പറഞ്ഞു. ഇവിടെ ഒരൊറ്റ മുസ്ലിം വിദ്യാർത്ഥിയില്ല, എല്ലാവരും മുസ്ലിം കുട്ടികളാണ്. അവർ പൊട്ടു തൊട്ടുകണം, അല്ല പച്ചപ്പൊട്ടാണ് തൊട്ടിരിക്കുന്നതെന്നാണ് ഒരു മറുപടി പറഞ്ഞത്. ആ ഒരു ഗ്രാമത്തിലെ ഒരവസ്ഥ, അവിടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഭാരവാഹികൾ അവിടെ പർദ്ദ കൊണ്ടുകൊടുത്തു. ഇന്ന് തലമറക്കാത്ത ഒരു വിദ്യാർത്ഥിനിയെ പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഒരു 4-5 മാസം പ്രവർത്തിച്ചാൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ ഇന്ത്യയിലെ ഗ്രാമങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ട് കിടക്കുകയാണ്. അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ അവർ വന്നുകൊണ്ട് ചോദിക്കുകയാണ്. പഞ്ചാബിലെ സഹോദരന്മാർ, നാസിക്കിലെ സഹോദരന്മാർ, മഹാരാഷ്ട്രയിൽ നിന്ന്, വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, ഗുജറാത്തിലെയും രാജസ്ഥാനിലെയും അതുപോലെ തന്നെ ജാർഖണ്ഡിലെയും വിവിധ പ്രദേശങ്ങളിലെ സഹോദരന്മാർ. കഴിഞ്ഞ ദിവസം ഖത്തറിൽ നിന്നൊരു സഹോദരൻ നാട്ടിൽ പോകുന്നതിന് പകരം നേരെ ദാറുൽ ഹുദയിൽ വന്ന് ദാറുൽ ഹുദയുടെ പ്രവർത്തനങ്ങൾ പഠിച്ച് തന്റെ നാട്ടിൽ തനിക്കൊരു സ്കൂളുണ്ട്, അതിനോടനുബന്ധിച്ച് ഒരു സ്ഥാപനം നടത്താൻ വേണ്ടി അവർ വന്ന് ചോദിക്കുന്നത്, ഞങ്ങൾ സ്ഥലം തരാം, ഞങ്ങൾ സൗകര്യങ്ങൾ ഒരുക്കി തരാം, നിങ്ങൾ വന്നൊന്ന് ഞങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കുന്ന ഒരു സംവിധാനം ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തും ഒരു ഉന്നത മതപഠന സ്ഥാപനമെങ്കിലും നിർമ്മിക്കണമെന്ന മഹിതമായ ഒരു ലക്ഷ്യം കഴിഞ്ഞ സിൽവർ ജൂബിലിയിൽ ദാറുൽ ഹുദ പ്രഖ്യാപിച്ചു. ഈ മാസം 21, 22, 23 തീയതികളിൽ ദാറുൽ ഹുദ അതിന്റെ വാർഷിക സമ്മേളനവും 460ഓളം ഹുദവി സുഹൃത്തുക്കൾക്ക് ബിരുദം കൊടുക്കുന്ന മഹാസമ്മേളനവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മഹാസമ്മേളനം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ കൂടി പിരിയുകയോ ഒരുപാട് ഗസ്റ്റുകളെ വിളിച്ച് മാമാങ്കം നടത്തുകയോ അല്ല ദാറുൽ ഹുദയുടെ ലക്ഷ്യം. അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ മഹല്ലുകൾ ഉണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യമാണ്.
ഒരു ദേശീയ മഹല്ല് സംഗമം വിളിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിൽ വിവിധ തരത്തിൽ നമുക്ക് പരിചയമുള്ള ഒരുപാട് സഹോദരന്മാരെ വിളിച്ചു വരുത്തി അവർക്കൊരു ദേശീയ മഹല്ല് സംഗമം വരുത്തിയിട്ടുണ്ട്. ഒരു മഹല്ലുമായി ബന്ധപ്പെട്ട്, ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടത്താം, എങ്ങനെ മദ്രസകൾ നടത്താം, എങ്ങനെ ഒരു സമൂഹത്തിനെ എംപവർ ചെയ്യാം, അവരെ ശക്തിപ്പെടുത്താൻ സാധിക്കും, എങ്ങനെ അഭിമാനത്തോടെ നിലനിൽക്കാൻ സാധിക്കും, എങ്ങനെ അല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അത് ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി കേരളത്തിന്റെ പുറത്ത് പ്രാഥമിക മതവിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഒരുക്കാൻ ഈ സ്ഥാപനങ്ങളിൽ നിന്നുകൊണ്ട് അപ്പുറത്തെ ഗ്രാമങ്ങളിലേക്ക്, ഞാൻ പറഞ്ഞ ലത്തീഫ് ഉദവി 150 ഗ്രാമങ്ങൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വിസിറ്റ് ചെയ്തു. വളരെ ദയനീയമായി ഒരുപാട് പള്ളികൾ അടച്ചിടപ്പെട്ടിരിക്കുകയാണ്. പല പള്ളികളിലും ഇമാമുമാരില്ല. നമസ്കാര പള്ളികൾ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ ചെന്ന് നോക്കുമ്പോൾ, ചില ഗ്രാമങ്ങളിലെ പള്ളിയിൽ ചെന്ന് നോക്കിയപ്പോൾ ആരെയും ജുമഅയുടെ സമയം കഴിഞ്ഞിട്ടും ആരെയും കാണാനില്ല. അവസാനം ഗതികെട്ടൊരു ആളോട് ചോദിച്ചു നോക്കിയപ്പോ, ഹസ്രത്ത് ഇന്നിവിടെ ആരും വരാൻ സാധ്യതയില്ല, അപ്പുറത്തൊരു ഉത്സവം നടക്കുന്നുണ്ട്, വേറൊരു ഗ്രാമത്തിൽ അപ്പുറത്തൊരു കല്യാണം നടക്കുന്നുണ്ട്, ഇന്ന് വെള്ളിയാഴ്ച ജുമഅ നടക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് അറിവില്ലായ്മ കൊണ്ടാണ് അവർക്ക് സംഭവിക്കുന്നതെങ്കിൽ അറിവിന്റെ ഉറവിടം ആ പാരമ്പര്യ സ്രോതസ്സുകളിൽ നിന്ന് മഹാരഥന്മാരായ സഹാബീവര്യന്മാരുടെയും താബിഉകളുടെയും ശിക്ഷണങ്ങളിൽ നിന്ന് അറിവ് പകരാനും നേടാനും ഭൗതികമായ സുഖ സൗകര്യങ്ങളിൽ ജീവിക്കാനും വളരെ സൗകര്യങ്ങളോട് ജീവിക്കാനും ഭാഗ്യം ലഭിച്ച നമുക്ക് ഇത് പകർന്നു കൊടുക്കേണ്ട വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. രാവിലെ 4 മണിക്കും 5 മണിക്കും വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ മക്കളെയും കുട്ടികളെയും ഭാര്യയെയും മുഴുവനും കൂട്ടി പാടപ്പറമ്പുകളിൽ പണിയെടുക്കാൻ പോയി വൈകുന്നേരം 8 9 മണി വരെ അവിടെ പണിയെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വന്ന് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് വീണ്ടും 7 ദിവസവും 7 ദിവസവും മാസം മുഴുവനും വർഷം മുഴുവനും ഇതുമാത്രം ചെയ്ത് ജീവിക്കുന്ന, കറണ്ട് എന്താണെന്നറിയാത്ത, റോഡ് എന്താണെന്നറിയാത്ത, ലാട്രിൻ എന്തെന്നറിയാത്ത ജീവിക്കുന്ന പച്ച പട്ടിണി പാവങ്ങളായ ഒരുപാട് ആളുകൾ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിന്റെ 2014 ചിത്രത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അനുഭവങ്ങളുടെ ഈ ലോകത്ത് സുഖകരമായി ജീവിക്കാൻ സംവിധാനങ്ങൾ ലഭിച്ച, ജനിച്ചു വീണാൽ 5ാം ക്ലാസ്സിൽ 5 വയസ്സാകുമ്പോൾ കുട്ടിയെ മദ്രസയിൽ ചേർക്കാൻ പഠിപ്പിക്കാൻ സൗകര്യപ്പെടുന്ന, സ്വന്തമായി നമസ്കരിക്കാൻ അറിയുന്ന, അള്ളാന്റെ റസൂലിന്റെ പേര് അപ്പുറം 4 സഹാബികളുടെ 4 ഖുലഫാഉർ റാഷിദുകളുടെ പേരറിയുന്ന, ദീനിനെ കുറിച്ച് അല്പമെങ്കിലും എന്ന് പറയാൻ, ഒരു ഭാഗത്ത് നിന്ന് അല്പമെന്ന് പറയാൻ ശ്രമിക്കുമ്പോഴും പൊതുബോധം നമ്മുടെ ഇടയിൽ ദീനിന്റെ പ്രസരിപ്പ് നിലനിൽക്കുമ്പോഴും അടുത്ത ഒരു തലമുറക്ക് അത് പകർന്നു കൊടുക്കേണ്ട വലിയൊരു ഉത്തരവാദിത്തം നമ്മിലുണ്ട്. 70ഓളം ഗ്രാമങ്ങളിൽ മദ്രസകൾ, ആന്ധ്രാപ്രദേശിലെയും കർണാടകയിലെയും 30-ലധികം മദ്രസകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആസാമിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന 7 മദ്രസകൾ നടത്താൻ അവർക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ ബംഗാളിലെ വിവിധ ഗ്രാമങ്ങളിൽ 2 ഉദവി സുഹൃത്തുക്കൾ നിരന്തരമായി നടന്ന് ഗ്രാമങ്ങളിൽ അവർക്ക് ഉറുദു ഭാഷയിൽ, ഉറുദു മീഡിയത്തിലുള്ള മദ്രസകൾ അവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രദേശത്തെത്തുമ്പോഴും നിരന്തരമായി ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ നാട്ടിൽ മതബോധവും മതപഠനവും സാധ്യമാക്കണം. അത് നമ്മുടെ ഒരു അനുഗ്രഹമായി നമുക്ക് പണ്ഡിതന്മാർ നൽകിയതാണ്. ഞാൻ വളരെ വിശദീകരിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ പുറത്തേക്ക് ഈ ഒരു വലിയ സംവിധാനം ഒരുക്കാൻ നമുക്ക് കഴിയുമെന്ന് വിളിച്ചു പറയുകയും അത് കഴിയുന്നതിന്റെ പ്രാഥമികമായ രൂപങ്ങളെക്കുറിച്ച്, പ്രായോഗികമായ രൂപങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും അതിന് മെല്ലെ മെല്ലെ ഒരു തലമുറയെ ഭാഗമാക്കുകയും ചെയ്യുന്ന വലിയൊരു സംവിധാനമാണ് ദാറുൽ ഹുദ അതിന്റെ പൂർവ്വ വിദ്യാർത്ഥികളായ ഹാദിയ ഈ മദ്രസ സംവിധാനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. 2 വലിയ ഉദ്ദേശങ്ങളാണുള്ളത്. ഒരു ഭാഗത്ത് ഒരു സ്റ്റേറ്റിൽ ചുരുങ്ങിയത് ഒരു വലിയ മതസ്ഥാപനമെങ്കിലും ഉണ്ടാകണം. ആ നാട്ടിന്റെ ഭാഷയറിയുന്ന, ആന്ധ്രാപ്രദേശിലാണെങ്കിൽ തെലുങ്ക് സംസാരിക്കുന്ന, ആസാമിലാണെങ്കിൽ ആസാമീസ് ഭാഷ സംസാരിക്കുന്ന, ബംഗാളിലാണെങ്കിൽ ബംഗാളി ഭാഷ സംസാരിക്കാൻ കഴിയുന്ന മതപണ്ഡിതന്മാർ, ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള പണ്ഡിതന്മാർ, ഇന്റലക്ച്വൽ കപ്പാസിറ്റിയുള്ള പണ്ഡിതന്മാർ, അവർക്ക് അഭിമാനപൂർവ്വം നേതൃത്വം നൽകാൻ കഴിയുന്ന, ആരുടെയും പാവകളായി ജീവിക്കാൻ അടുത്ത തലമുറയെ അനുവദിക്കാത്ത, അസ്തിത്വബോധമുള്ള വോട്ട് ബാങ്കുകളായി മാറാൻ കഴിയാത്ത ഒരു തലമുറയെ വളർത്തിക്കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉത്തരവാദിത്തം നമ്മളിൽ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന ബോധം നമുക്കുണ്ടാകണം. അങ്ങനെ നമുക്ക് പടുത്തുയർത്താൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അതിന്റെ മറ്റൊരു ലക്ഷ്യം പബ്ലിക് റിലീജിയസ് അവയർനെസ് ആണ്. ജനങ്ങളുടെ ഇടയിൽ പൊതുവായ ദീനീബോധം സൃഷ്ടിക്കുക. എങ്ങനെ ജനനവും മരണവും വിവാഹവും ഒക്കെ തുടങ്ങി ജീവിതത്തിന്റെ ഓരോ കർമ്മങ്ങളും ധർമ്മങ്ങളുമൊക്കെ ദീനിയായി എങ്ങനെ പരിവർത്തിപ്പിക്കാൻ സാധിക്കുമെന്ന ഒരു ചിന്ത പകർന്നു കൊടുക്കാൻ കഴിയുന്ന, ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്ന, എല്ലാ ഓരോ കാര്യങ്ങളിലും ദീന് പരിഗണിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കൽ അനിവാര്യമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദയനീയമായ ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ ഒരു ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആൾ ഒരിക്കലും ആ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമില്ലാതെ നിൽക്കുന്ന ഒരു തലമുറക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വരിസംഖ്യ കൊടുക്കാം, ഒരു പള്ളി ഇങ്ങനെ നടത്താം, ഒരു മദ്രസ ഇങ്ങനെ നടത്താം. അതൊരു വലിയൊരു പ്രയത്നമാണ്.
ഗ്രാമങ്ങളിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും മദ്രസകൾ ഉണ്ടാക്കാൻ 40കളുടെ അവസാനവും 50കളിലുമൊക്കെ മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ ഗ്രാമങ്ങളിൽ കടന്നു വന്നുകൊണ്ട് വഅള് പറഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലുമുറിയെ പണിയെടുത്തിരുന്ന ഈ ഗൾഫിന്റെ സംവിധാനങ്ങളോ ഒന്നുമില്ലാത്ത കാലത്ത് പച്ചപ്പട്ടിണി പാവങ്ങളായിരുന്ന ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം അരിയുള്ള ഭക്ഷണം കഴിക്കുന്ന, ബാക്കി ദിവസം കഞ്ഞി കുടിക്കുന്ന ഇന്നലകളിൽ കഷ്ടപ്പെട്ട് ജീവിച്ച നമുക്ക് നമ്മുടെ ഗ്രാമങ്ങളിൽ കടന്നു വന്ന് വഅള് പറഞ്ഞു രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലുമുറിയെ പണിയെടുത്തു കിട്ടിയ 1 രൂപയും 2 രൂപയിൽ നിന്നും വീട്ടിലേക്ക് ഭക്ഷണം വാങ്ങാതെ വയല് പറഞ്ഞ ഉസ്താദിന്റെ മുന്നിൽ കൊണ്ടുപോയി നാട്ടിൽ മദ്രസയും പള്ളിയും ഉണ്ടാക്കി ഇന്നലകളിൽ നമ്മുടെ മഹല്ലുകളെ ജീവസ്വച്ഛതാക്കാൻ കഠിന പ്രയത്നം ചെയ്ത മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വലിയ ഒരു ദൗത്യമേൽപ്പിച്ചു തന്നിട്ടുണ്ട്. അത്ര പോലും പ്രയാസപ്പെടാതെ, അത്ര പോലും വിഷം അനുഭവിക്കാതെ ഏതെങ്കിലും ആന്ധ്രയിലെയോ അസാമിലെയോ ബംഗാളിലെയോ ബീഹാറിലെയോ ഏതെങ്കിലും ഗ്രാമങ്ങളിലെ ഏതെങ്കിലും വീട്ടിലെ ഒരു കുട്ടി ബിസ്മില്ലാ എന്ന് പറയാൻ പഠിച്ചാൽ, മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയാൻ പഠിച്ചാൽ അതിനുവേണ്ടി ശ്രമം നടത്തൽ മുസ്ലിമിന്റെ ജീവിതത്തിൽ അനിവാര്യമാണ്. ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായുള്ള ഈ വലിയ ഒരു പ്രയത്നത്തിൽ, ഈ ഒരു മദ്രസ പ്രസ്ഥാനം കെട്ടിപ്പിടിക്കുന്നതിൽ ഇന്ത്യയിലെ ഓരോ ഗ്രാമത്തിൽ ചെറിയ ചെറിയ പ്രയത്നങ്ങളിലൂടെ വലിയ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ആ ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഈ ഒരു ശ്രമം ഹാദിയ ഈ ഒരു സമ്മേളനത്തിലൂടെ ധാർമ്മികതയും ഹാദിയയും രക്ഷീകരിക്കുന്നത് അതിനെ വിപുലപ്പെടുത്തലാണ്. പല ഭാഗത്തു നിന്ന് ആവശ്യങ്ങൾ വരുമ്പോൾ അതിന് വലിയ രീതിയിലുള്ള സപ്പോർട്ടുകൾ ആവശ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ശാരീരികമായ പിന്തുണ ആവശ്യമാണ്, നിങ്ങളുടെ ബുദ്ധിപരമായ പിന്തുണ ആവശ്യമാണ്, നിങ്ങളുടെ പരിചയങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകളുടെ ഹ്യൂമൻ റിസോഴ്സിന്റെ പിന്തുണ ആവശ്യമാണ്, നിങ്ങളുടെ സാമ്പത്തികമായ പിന്തുണ ആവശ്യമാണ്. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ധാർമ്മികതയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആ മഹാന്മാരായ നമ്മുടെ മുഴുവൻ പണ്ഡിതന്മാരും നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു രീതിയുണ്ട്. ധാർമ്മികത അതിന്റെ ആ ഒരു സംവിധാനത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു പണം പോലും അള്ളാഹുവിനെ മുൻനിർത്തി നിലവിലുള്ള സംവിധാനത്തെ അതിന്റെ ഒരു കോൺഫിഡൻസോടുകൂടി പറയാൻ സാധിക്കുന്നു ഇൻഷാ അല്ലാഹ് ആ ഒരു മാർഗത്തിൽ മാത്രമാണ് ചെലവഴിക്കപ്പെടുക. ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മുൻനിർത്തി പറയുകയാണ്, നമ്മുടെ കയ്യിലുള്ള വലിയൊരു ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ കേരളത്തിലെ പണ്ഡിതന്മാർക്ക് സാധിക്കും. അതിന് ആ ഫലവും ശക്തിയും നൽകാൻ ഇന്നലകളിൽ നമ്മുടെ പണ്ഡിതന്മാർക്ക് നമ്മുടെ ഉപ്പമാരും വലിയുപ്പമാരും ശക്തിയും ഫലവും പിന്തുണയും നൽകിയെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് അഭിമാനത്തോടുകൂടി ദീനിനെ പഠിക്കാനും പറയാനും പ്രചരിപ്പിക്കാനും തലമുറയിൽ കൈമാറാനുമുള്ള ഒരു സംവിധാനത്തിന് പിന്തുണയേകാൻ ഈ ഒരു മദ്രസ പ്രസ്ഥാനം നാടൊട്ടുക്കും വ്യാപിപ്പിക്കാനുള്ള പ്രയത്നത്തിന്റെ ഭാഗവാക്കുകളാകാൻ നാഥൻ നമുക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ, നമുക്കതിന്റെ മനസ്സു നൽകുമാറാകട്ടെ, നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.